പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് ഞാനിന്നിവിടെ പറയുന്നത്. നമ്മൾ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എൻ്റെ കൂടെ പഠിക്കുന്നവർ 8ാം ക്ലാസ്സിലും ഞാൻ 6ാം ക്ലാസ്സിലും പഠിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാണക്കേടും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. എന്നാലും അത്യാവശ്യം ഞാൻ പിന്നെ പഠിച്ചു തുടങ്ങി. ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കാണാൻ ഇഷ്ടമുള്ള പെൺകുട്ടിയായിട്ടുള്ളൊരു പ്രേമം, അതായത് നമ്മളെ മനസ്സിൽ, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാണ് ഈ പ്രേമങ്ങൾ കൂടുതലും ഒളിച്ചിരിക്കുന്നത്. മനസ്സിൽ മാത്രമേ ഉള്ളൂ, അത് പുറമേ നമ്മൾ പെൺകുട്ടിയെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെടുത്തോ ഒന്നും മുമ്പ് പറയത്തില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് മനസ്സിൽ, അതായത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രേമം എനിക്ക് അന്നുണ്ടായിരുന്നു. അത് രസകരമായ ഒരു കാര്യമാണ്. ആ പെൺകുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ 6ാം ക്ലാസ്സിൽ. എന്നാലും അത്യാവശ്യം ഞാൻ ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയത്തില്ല എനിക്ക് ഇഷ്ടമാണെന്ന്. ആ പെൺകുട്ടി എന്നോടത്തും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല, ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിഭയങ്കരമായ പേടിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അന്നൊക്കെ ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമിക്കുന്നത് ഒരു രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അന്നത്തെ ആ ഒരു ടൈം ആയിരിക്കും അത്. അത് കഴിഞ്ഞിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിലെ എനിക്ക് അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. എനിക്കുള്ള ചേട്ടനാണെന്നുണ്ടെങ്കിൽ മെലിഞ്ഞിരിക്കുക, അവന് വലിയ തടിയും കാര്യങ്ങളും ഉണ്ട്. അന്നേരം നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കും. കാര്യം അവനും ഒന്നും കൊടുക്കാതെ നീയാന്നടാ മൊത്തം കഴിക്കുന്നത് എന്ന് ചോദിച്ച് നാട്ടുകാരെന്നെ കളിയാക്കും. പക്ഷെ എന്നെക്കാട്ടി കൂടുതൽ അവൻ കഴിക്കും. പക്ഷെ അവന്റെ ശരീരത്ത് അവൻ കൂടുതലായിട്ടൊന്നും പിടിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു ശകലം കഴിച്ചാൽ മതി, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനെ, അതായത് ഇവൻ 10ാം ക്ലാസ്സിൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഇവനെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നാണ് അവർ നേരിടുന്നത്. അന്ന് നല്ല തടിയും അത്യാവശ്യം ഒരു ഗുണ്ടാ കട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ ഞാൻ വിരട്ടി നിർത്തുമായിരുന്നു. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ എന്നെ ഒരു ചെറിയ പേടിയുണ്ട്. കാര്യം നല്ല തടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ എന്നെ ഒരു പേടിയുണ്ട്. അങ്ങനെ അത്യാവശ്യം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും എനിക്ക് കുരുത്തക്കേട്, അതായത് പഠിത്തത്തെക്കാൾ കൂടുതൽ കുരുത്തക്കേടുകളാണ് എൻ്റെ ഒരു വിനോദം എന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുരുത്തക്കേടുകൾ നല്ല രീതിയിൽ കാണിക്കും. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കടയിൽ എന്തെങ്കിലുമൊക്കെ ഈ മുട്ടായി ഐറ്റങ്ങൾ, ഐസ്ക്രീം, അതൊക്കെ ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ വീട്ടിൽ ഇഷ്ടംപോലെ പറങ്ങാമാവുണ്ട്, അതായത് പറങ്ങേണ്ടി, കശുവണ്ടി കളിക്കുന്ന പറങ്ങാമാവ് ഇഷ്ടം പോലെ ഉണ്ട്. അത് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ, ഈ സീസൺ ആകുമ്പോൾ 2 ദിവസം കൂടിയൊക്കെ ഇരിക്കുമ്പം പറിക്കും. ഇതൊക്കെ ഞാൻ കുറേയൊക്കെ പറങ്ങേണ്ടിയൊക്കെ ഒളിപ്പിച്ചൊക്കെ വെച്ച് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് ഇതെടുത്തുകൊണ്ട് പോയി സ്കൂളിൽ അടുത്ത കടകളിലൊക്കെ കൊണ്ടുകൊടുത്ത് മുട്ടായി കാര്യങ്ങളും ഇതും. അങ്ങനെ ഒരു ദിവസം ഞാനിത് ചെയ്യുന്ന കടയിൽ ഇത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കടക്കാരൻ, അതായത് നമ്മൾ കുട്ടികളാണല്ലോ, കടക്കാരൻ നല്ല രീതിയിൽ എന്നെ പറ്റിക്കാറുണ്ട് എന്നും. അത് എനിക്കുള്ള മൂത്ത ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടോണ്ടിരിക്കും. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ നിന്റെ അനിയൻ ഇതുപോലെ പറങ്ങേണ്ടി കൊണ്ടുവന്നു, അവൻ വിലയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് ചേട്ടൻ ഇത് അറിയുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ചേട്ടന് പിറ്റേന്ന് പറങ്ങേണ്ടി പറിക്കുന്ന സമയത്ത് ഇത് വാച്ച് ചെയ്ത് ഇരുന്നു. ഞാനിത് പറങ്ങേണ്ടി എന്നും ചെയ്യുന്ന പ്രവൃത്തി തന്നെ. ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ട സമയത്ത് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാനിത് കുഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പുറകെ നിന്ന് അടി കിട്ടി. മൂത്ത ചേട്ടൻ വലിയൊരു വടിയും പൊടിച്ച് കൊണ്ടുവന്ന് എന്നെ അടിക്കും. അങ്ങനെ ആ അടിയും കൊണ്ടിട്ട് പിന്നെ ഞാൻ സ്കൂളിലോട്ട് ഓടിപ്പോയി. പറങ്ങേണ്ടി ഒന്നും എടുത്തില്ല, അങ്ങ് സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്ക് രാത്രിയിലും ഇതിൻ്റെ ശിക്ഷ നടപടികളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടി ഡെയിലി, അതായത് ഡെയിലി മിക്കവാറും എനിക്ക് അടി കിട്ടാറുണ്ട് ചേട്ടൻ്റെ. മൂത്ത ചേട്ടൻ്റെ നിന്നാണ് കൂടുതൽ അടി കിട്ടുന്നത്. രണ്ടാമത്തെ ചേട്ടനും അത്യാവശ്യം അടി കിട്ടും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയെ സോപ്പിട്ട്, അത് കഴിഞ്ഞ് അമ്മ മൂത്ത ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ്, അങ്ങനെ മൂത്ത ചേട്ടൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ചേട്ടൻ, ഇവരെയൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടത്തി കിട്ടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന്, അതായത് ഷുഗറിൻ്റെ അസുഖം കൂടുതലായി, അച്ഛൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു.
തിരിച്ചു വന്ന് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അച്ഛന് അസുഖങ്ങളാണ്. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും അന്ന് ഇൻസുലിൻ രാവിലെയും വൈകിട്ടും എടുക്കത്തക്ക രീതിയിലുള്ള ഷുഗറായിപ്പോയി അച്ഛന്. അങ്ങനെ ഈ ഇൻസുലിൻ അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 37 രൂപ ചില്ലറ പൈസ എങ്ങാണ്ട് ഒരു ചെറിയ ബോട്ടിൽ ഇൻസുലിൻ നമ്മൾ എടുക്കുന്നത്. അന്ന് എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ തന്നെയാണ് ഈ മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നത്. അതായത് തണുത്തിരിക്കണം ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. അങ്ങനെ കാലത്തും വൈകിട്ടും അന്ന് ഒരു നേരം, അതായത് രാവിലെ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് 5 രൂപ, വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് 5 രൂപ, അങ്ങനെ 10 രൂപയാണ് ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് നിന്ന്. ഒന്നീ ഞാനോ എൻ്റെ മൂത്ത ചേട്ടനോ ആണ് അച്ഛൻ്റെ കൂടെ പോയി ഇൻസുലിൻ എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്നത്. അങ്ങനെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താന്ന് പറയുമ്പോൾ അച്ഛന് 2 ദിവസം 3 ദിവസം ഒക്കെ കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ അച്ഛനും അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിടുന്ന സമയത്ത് അച്ഛൻ ഈ ഇൻസുലിൻ എടുക്കാൻ പോകത്തില്ല, ഞങ്ങളെ ആരെയും കൊണ്ടുപോകത്തുമില്ല. അങ്ങനെ പിറ്റേന്ന് അച്ഛൻ പോയിട്ട് ഇൻസുലിൻ എടുക്കും. ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ അളവ് കൂടുകയും അച്ഛന് അസുഖങ്ങൾ പെട്ടെന്ന് ഇതാവുകയും പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. ഒരാഴ്ചത്തോളം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് നോർമലായി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഇതാണ് പരിപാടി. കാര്യം 1 മാസം 2 മാസമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോകും. പിന്നെയും വഴക്കും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് രാവിലെ ഞങ്ങളെ കൊണ്ടുപോകാതെ അച്ഛനും പോകത്തില്ല. വൈകിട്ട് അച്ഛൻ പോയിട്ട് ഒരു ദിവസം ഈ രാവിലത്തെ ഡോസും വൈകിട്ടത്തെ ഡോസും കൂടെ ഒരുമിച്ച് ഒരു ആശുപത്രി പോയി, എന്നും എടുക്കുന്ന ആശുപത്രിയിലല്ല, വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഈ എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ ചപ്പാത്തി അതൊക്കെ കഴിച്ച് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെ വായിക്കൂടെ നിറയെ പതയെ അതും ഇതൊക്കെ വരാൻ തുടങ്ങി. ഒരു വല്ലാത്ത ഒരു അബോധാവസ്ഥയിലേക്ക്. അങ്ങനെ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, അന്ന് അഞ്ചാലുമൂട്ടിലെ പോറ്റി ഡോക്ടർ എന്ന് പറയും. സ്ഥിരമായിട്ട് അങ്ങേർക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അച്ഛനെ എടുത്ത് വണ്ടി പിടിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായിട്ട് ഒരു 2-3 മാസത്തോളം തുടർച്ചയായിട്ട് അച്ഛൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റായിട്ട് അവിടെ കിടന്നു. അങ്ങനെ രണ്ടാമത്തെ ചേട്ടൻ പോയി വരികയും അമ്മ അവിടെ തുടർച്ചയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോർമലായി 2-3 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അച്ഛന്, അതായത് നാക്ക് നല്ല രീതിയിൽ തിരിയത്തില്ല. അതായത് വർത്താനം പറയുന്ന കൊച്ചു പിള്ളേരിങ്ങനെ കുത്തി പറയുന്ന കണക്ക് നാക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ അച്ഛൻ്റെ ഇടത്തെ കൈക്ക് ഒരു സ്വാധീനക്കുറവ് വന്നു. പിന്നീടെന്ന് പറയുമ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് അച്ഛന് ഇതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ വന്ന് തുടർച്ചയായിട്ട് മിക്കവാറും വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇതേ തന്നെ പരിപാടി, അതായത് ഹോസ്പിറ്റലിൽ പോകും, അഡ്മിറ്റ് ചെയ്യും, ഇത് തന്നെയായിരുന്നു പരിപാടികൾ. അങ്ങനെ പോയിക്കൊണ്ട് ഒരു ദിവസം ഇത് നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഒരു ദിവസം ഇതുപോലെ അച്ഛന് ഭയങ്കരമായിട്ട് വഴക്ക്, അതായത് ഞങ്ങളെയൊക്കെ അടിക്കുകയും ഭയങ്കരമായിട്ട് വഴക്ക് കൂടുന്ന സമയത്ത് രണ്ടാമത്തെ ചേട്ടനും എനിക്ക് നേരെ മൂത്ത ആളും ഇളയ പെങ്ങളും കൂടെ അങ്ങ് വല്യച്ഛൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. ആ സമയത്ത് അച്ഛന് വീണ്ടും അസുഖങ്ങൾ കൂടുകയും അച്ഛനെ ആ സമയത്താണെന്ന് പറയുമ്പോഴത്തേക്ക് മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞായിരുന്നു. മൂത്ത ചേട്ടൻ ഗൾഫിന് പോവുകയും ചെയ്തായിരുന്നു. ആ സമയത്ത് മൂത്ത ചേട്ടൻ ഗൾഫിന് പോയി, രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹവും കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഈ മൂത്ത ചേച്ചി വിവാഹം കഴിഞ്ഞ്, അതായത് ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ച് ഞങ്ങളെ വീട്ടിൽ ഈ നിൽക്കുന്ന സമയത്താണ് ഈ അച്ഛന് പെട്ടെന്ന് ഇതുപോലെ വഴക്ക് കൂടി ഇതുപോലെ ഇതായി. രണ്ടാമത്തെ ചേട്ടനും എനിക്ക് നേരെ മൂത്ത ആളും ഇളയ പെങ്ങളും കൂടെ വല്യച്ഛൻ്റെ വീട്ടിൽ. ഞാനും അമ്മയും ചേച്ചിയും കൊച്ചും മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത്. അന്നേരം വീണ്ടും അച്ഛന് രാത്രിയിലായപ്പോഴത്തേക്ക് പഴയ കണക്ക് നിറയും പതയൊക്കെ വായിക്കൂടെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് വെളിയിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കരമായ പേടിയാണ്. കാര്യം എന്തൊക്കെയോ എനിക്ക് വെളിയിൽ ഞാൻ അങ്ങനെ ഇറങ്ങത്തില്ല. മൂത്രം ഒഴിക്കാൻ തന്നെ നമ്മൾ വെളിയിൽ പോകത്തില്ല, തിണ്ണയിൽ നിന്നൊക്കെ അങ്ങ് സാധിക്കും. വെളിയിൽ പോകുന്നത് എനിക്ക് ഭയങ്കരമായ പേടിയാണ്. രാത്രിയായി കഴിഞ്ഞാൽ അമിത പേടിയുള്ള ഒരു സ്വഭാവക്കാരൻ. ഇന്നിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ഇതിൽ നമുക്ക് വിശദമായിട്ട് വീണ്ടും പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.